മഹാരാഷ്ട്രയിൽ 288 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചു. ബി.ജെ.പി. നേതൃത്വം നൽകുന്ന ഭരണകക്ഷിയായ മഹായുതി സഖ്യവും പ്രതിപക്ഷമായ മഹാവികാസ് അഘാഡിയും തമ്മിലാണ് പോരാട്ടം. ശിവസേന എൻ.സി.പി. കക്ഷികളുടെ പിളർപ്പിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു മുംബൈയിലും. ശ്രീനാഥ്, പിളർപ്പാനന്തര തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അതിനിർണായകമാണ്. ഡു ഓർ ഡൈ. പോളിംഗ് ബൂത്തുകളിൽ തിരക്കുണ്ടോ പാലക്കാട്ടെ പോലെ? ഇപ്പോൾ ഞാൻ ജുഹുവിലെ ജംന ഭായ് നാസി ഇവിടെയാണ്, സ്കൂളിലാണ് ഉള്ളത്. ഇവിടെ ഒരു ഭേദപ്പെട്ട ഒരു തിരക്ക് കാണാനുണ്ട്. പൊതുവേ മുംബൈയിൽ വലിയ പോളിംഗ് ഉണ്ടാകുന്ന ഒരു ഇടമല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഒരു 50% പോളിംഗ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സ്കൂളിനകത്തേക്ക് നോക്കുമ്പോൾ ഒരു നീണ്ട ക്യൂ ഈ സ്കൂളിനകത്ത് കാണാം. ഇവിടെ 4 ബൂത്തുകളാണുള്ളത്. ആ ബൂത്തുകൾക്ക് പുറത്തൊക്കെ ഒരു ക്യൂ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നു. ഇതൊരു സൂചനയായി വേണമെങ്കിൽ നമുക്ക് കാണാം, കാരണം പതിവ് കാഴ്ചയല്ല അത്തരമൊരു തിരക്ക് രാവിലെ തന്നെ ഉണ്ടാവുന്നത്. ഏതായാലും ശിവസേനകൾക്കാണ് ഒരുപക്ഷെ മുംബൈയിൽ കനത്ത മത്സരം നടക്കുന്നത്. ശിവസേനകൾക്കിടയിലാണ്. ഉദ്ധവിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് അവിടെ. അത് പിടിച്ചെടുക്കാൻ ഷിൻഡെ വിഭാഗം കൂടി ശ്രമിക്കുമ്പോൾ, ബി.ജെ.പിയും ഷിൻഡെയും ഒരുമിച്ച് അതിനെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ ഒരു കനത്ത പോരാട്ടം നടക്കുന്നുണ്ട്. ഏതായാലും ഈ മണ്ഡലത്തിൽ പല സെലിബ്രിറ്റികളും വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ജുഹു. നമുക്കറിയാം, അമിതാഭ് ബച്ചൻ അടക്കമുള്ള ബച്ചൻ കുടുംബാംഗങ്ങൾ ഇവിടെയാണ് വോട്ട് ചെയ്യുന്നത്. വിവേക് ഒബ്രോയ് അടക്കമുള്ള, മാധുരി ദീക്ഷിത് അടക്കമുള്ള ആളുകളൊക്കെ അല്പസമയത്തിനകം തന്നെ എത്തും. 9 മണിയോടെയാണ് സെലിബ്രിറ്റികളൊക്കെ പൊതുവെ എത്താറുള്ളത്. ഇവിടെ നിന്ന് അധിക ദൂരമല്ല. ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും ഒക്കെ വോട്ട് ചെയ്യുന്ന മൗണ്ട് മേരി സ്കൂൾ, അവരൊക്കെ സാധാരണ ഉച്ചയ്ക്ക് ശേഷമാണ് വോട്ട് ചെയ്യാൻ എത്താറുള്ളത്. ഏതായാലും മുംബൈയിൽ പൊതുവെ ഒരു മെച്ചപ്പെട്ട പോളിംഗ് ആദ്യ മിനിറ്റുകൾ കാണുന്നുണ്ട്. ഏതായാലും എത്ര ശതമാനമായി എന്നതിൻ്റെ ഔദ്യോഗിക കണക്കുകളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അജിത് പവാർ അല്പസമയം മുമ്പ് ബാരാമതിയിൽ ആദ്യത്തെ വോട്ടറായി തന്നെ അവിടെ ബൂത്തിൽ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വലിയ വിജയ പ്രതീക്ഷയിലാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ വിനോദ് താവഡയുടെ പക്കൽ നിന്ന് പണം പിടിച്ച സംഭവം, ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി കയ്യിൽ നിന്ന് പണം പിടിച്ച സംഭവം ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയാകുമെന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ തന്നോടൊപ്പം നിൽക്കുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. RSS തലവൻ മോഹൻ ഭഗവത്, അക്ഷയ് കുമാർ അടക്കമുള്ള സിനിമാ താരങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പലരും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മുംബൈയിൽ പൊതുവെ ഒരു മെച്ചപ്പെട്ട പോളിംഗ് ആദ്യ മിനിറ്റുകളിൽ കാണാനുണ്ട്. ഹാഷ്മി. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ്. ഇത് മഹായുതിയാണോ മഹാവികാസ് അഘാഡിയാണോ എന്നുള്ള അതിശക്തമായ നേർക്കുനേർ പോരാട്ടം അവിടെ നടക്കുകയാണ്.